പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 100/100 അതായത് 100 ആംസ് 100 മില്ലി ആംസ് റേറ്റിംഗ് ഉള്ള RCCB ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് പരിഹരിക്കാനാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഇരിഞ്ഞാലക്കുട തന്നെയാണ്. ഈ വീട് കയറി താമസിച്ചതിന് ശേഷം, അതായത് ആ സമയത്ത് മുതൽ തന്നെ ഈ 100 മില്ലി ആംസിൻ്റെ RCCB ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് അവിടുത്തെ കസ്റ്റമർ പറഞ്ഞത്, ആ വീട് താമസിക്കുന്നതിന് ആ ഇടയ്ക്ക് തന്നെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പരിഹരിക്കാൻ പറ്റാതായപ്പോൾ 30 മില്ലി ആംസിൻ്റെ RCCB മാറ്റി 100 മില്ലി ആംസിൻ്റെ ഈ RCCB ആണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഇപ്പോൾ ഒരു വീക്ക് മുന്നായിട്ട് ഇങ്ങനെ ട്രിപ്പിംഗ് ഇഷ്യൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ ആ ഇലക്ട്രീഷ്യനാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന, അതായത് ഗാർഡൻ അതുപോലെ തന്നെ ഗേറ്റ് ലാമ്പിലേക്ക് പോകുന്ന ഒരു ഫോൾട്ട് നമ്മൾ ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു. വീണ്ടും IR ടെസ്റ്റ് നമ്മൾ ആരംഭിച്ചു. വീണ്ടും കുറച്ച് കേബിളുകളിൽ IR വാല്യൂ കുറവുള്ളതായിട്ട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വീടുകളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് DB എല്ലാം ഒരു 1 ഇയറിലെങ്കിലും DB എല്ലാം ഒന്ന് അഴിച്ച് കണക്ഷനുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യകത, ഫേസ് സെലക്ടറിൻ്റെ കണക്ടറുകൾ, നെറ്റ്, ബോൾട്ട്, ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു DB ഇരിക്കുന്നുണ്ട്. ആ DBയിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എർത്ത് ലിങ്ക് ന്യൂട്രൽ ലിങ്ക് ആയിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീട് താമസിച്ച സമയം തൊട്ട് ഇവിടെ ട്രിപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് 100 മില്ലിയുടെ RCCB വെച്ചിട്ടുള്ളതെന്ന് വീട്ടുടമ പറയുണ്ടായി. അപ്പോൾ എർത്ത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ബോഡിയിലോ അല്ലെങ്കിൽ നെറ്റ് ബോൾട്ടിലോ ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത് 100 മില്ലി ആംസ് വെച്ചപ്പോഴും നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം പുതിയൊരു ഫോൾട്ട്, 1-2 ഫോൾട്ടുകൾ പുതിയതായിട്ട് വന്നു. അപ്പോഴാണ് ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രിപ്പിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ ഈ ഭാഗത്താണ് ന്യൂട്രൽ ലിങ്ക് വെക്കേണ്ടത്. അപ്പോൾ ന്യൂട്രൽ ലിങ്ക് ഓൾറെഡി ആ DBയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒരു പക്ഷേ മിസ്സായതായിരിക്കാം. അപ്പോൾ എർത്ത് ലിങ്കിലാണ് ന്യൂട്രലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ആ ലിങ്ക് ബോഡിയുമായിട്ട് ഷോർട്ടാണ്. അപ്പോൾ ബോഡി മറ്റൊരു എർത്തുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയത്. 100 മില്ലി ആംസ് RCCB വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയതിൻ്റെ കാരണം അതാണ്. ഈ അടുത്ത കാലത്താണ് വീണ്ടും ഒരു ഫോൾട്ട് വന്നത്. അത് പുറത്തൊരു ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സർക്യൂട്ടും, അത് കൂടാതെ നമ്മൾ വേറൊരു ഫോൾട്ടും കൂടി അവിടെ കണ്ടെത്തിയിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ അതിൻ്റെ ഓപ്പൺ ടെറസിലായിട്ട് സോളാർ വാട്ടർ ഹീറ്ററിലേക്ക് കൊടുക്കാൻ കണക്ട് ചെയ്തിരുന്ന, സോളാർ കിട്ടാത്ത സമയത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സോളാർ ഹീറ്റർ എർത്തായതാണ് അതിന് മറ്റൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ DB ലെഗൊക്കെ അടിച്ച് ഒരു ന്യൂട്രൽ ലിങ്ക് പുതിയതായിട്ട് ഫിക്സ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് DB സെറ്റായി. അപ്പോൾ പിന്നീടുള്ളൊരു ഫോൾട്ട് ഉണ്ടായിരുന്നത് സോളാർ വാട്ടർ ഹീറ്ററിലെ കോയിലായിരുന്നു. അത് കുഴപ്പമില്ല, ഞാനീ അത് നോക്കിയാൽ മേഖല ചെയ്ത് അങ്ങനെ തന്നെ വെച്ച് മേഖല ചെയ്ത് ഇതാണ് മൂന്നാമത്തെ ഫോൾട്ടാണ്. ഈ സർക്യൂട്ടിൽ മൂന്നാമത് ഉണ്ടായിരുന്ന ഫോൾട്ടായിരുന്നു വാട്ടർ ഹീറ്റർ. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് അത് ഡിസ്കണക്ട് ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ 30 മില്ലിയുടെ RCCB ആണ് ഇപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.